We shall now discuss some of the properties of thermal radiation or heat radiation. ഈ ഹീറ്റ് റേഡിയേഷൻ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള റേഡിയേഷൻ മാത്രമല്ല എമിറ്റഡ് ആവുന്നത്, ഇറ്റ് ഹാസ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് വേവ് ലെങ്ത്സ്. അതായത് ഒരു ഹോട്ട് ബോഡി എമിറ്റ് ചെയ്യുന്ന ഹീറ്റ് റേഡിയേഷന് ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഉണ്ടാവും. ഒരു സിംഗിൾ വേവ് ലെങ്ത് അല്ല, അത് ചെറിയ സ്മോൾ വേവ് ലെങ്ത് തൊട്ട് ലോങ് വേവ് ലെങ്ത് വരെ ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്തിലാണ് ഈ ഹീറ്റ് റേഡിയേഷൻ കിടക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ single wavelength, but heat radiation is having a range of wavelengths. Now if you are plotting a graph between the energy of radiation, the radiation energy per unit area per unit wavelength, radiation energy y axis ലും വേവ് ലെങ്ത് എക്സ് ആക്സിസിലും എടുത്തിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ the radiation is emitted by a hot body or we can say a black body. Black body കൊണ്ട് ഉദ്ദേശിക്കുന്നത് it is a body which absorbs all the radiation falling on it. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി ഈസ് എ ഗുഡ് അബ്സോർബർ ഓഫ് റേഡിയേഷൻ. അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു, അതേപോലെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് ബോഡി അതിൽ വന്ന് വീഴുന്ന എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതൊരു ഗുഡ് അബ്സോർബറുമാണ്. അതേപോലെ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്താൽ, ബ്ലാക്ക് ബോഡിനെ ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്താൽ ഇറ്റ് വിൽ എമിറ്റ് ഓൾ ദ റേഡിയേഷൻ. ഇറ്റ് എമിറ്റ്സ് ഹീറ്റ് റേഡിയേഷൻ. ആ എമിറ്റഡ് റേഡിയേഷൻ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് വേവ് ലെങ്ത് ആണ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു മാക്സിമം എനർജി. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടെമ്പറേച്ചർ, ആദ്യത്തെ ലാമ്പ് ഫിലമെൻറ്റ് 2000 കെൽവിൻ. അപ്പോൾ ഇതിൽ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലാണ് ഇതിൻ്റെ മാക്സിമം എനർജി പീക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വി ആർ പ്ലോട്ടിംഗ് വേവ് ലെങ്ത് അലോങ് എക്സ് ആക്സിസ് ആൻഡ് എനർജി അലോങ് എനർജി എമിറ്റഡ് ബൈ ദ റേഡിയേഷൻ ഈസ് പ്ലോട്ടഡ് അലോങ് വൈ ആക്സിസ്. ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ദ ഗ്രാഫ് ഒബ്റ്റെയിൻഡ് ഈസ് ലൈക്ക് ദിസ്, T1 ടെമ്പറേച്ചറിൽ. അപ്പോൾ ഇവിടെ മാക്സിമം എനർജി എമിറ്റഡ് ആവുന്ന ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ട് അല്ലേ, ഈ വേവ് ലെങ്ത്തിലാണ്. ഇനി വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഈസ് ഇൻക്രീസ്ഡ്, ദെൻ ഹയർ ടെമ്പറേച്ചറിലുള്ള ബോഡി എമിറ്റ് ചെയ്യുന്നത് ഏത് വേവ് ലെങ്ത്തിലാണ് മാക്സിമം എനർജി എമിറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ആ മാക്സിമം വേവ് ലെങ്ത് കുറഞ്ഞു, T2. T2 is greater than T1. T3 greater than T2 greater than T1. അപ്പോൾ ഇവിടെ വീണ്ടും ആ മാക്സിമം വേവ് ലെങ്ത്, not the wavelength at which energy is maximum, wavelength at which maximum energy is emitted, ആ വേവ് ലെങ്ത് ഷിഫ്റ്റ് towards the shorter wavelength side. അപ്പോൾ എനർജി ഈസ് മാക്സിമം അറ്റ് എ പർട്ടിക്കുലർ വേവ് ലെങ്ത് ലാംഡ എം. ആ ലാംഡ എം എന്നുള്ളത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, or we can say lambda m equal to a constant into temperature, or lambda m into temperature is equal to a constant, equal to a constant. Lambda m into temperature equal to a constant. So the wavelength of maximum emission of a black body, the wavelength at which maximum emission takes place is inversely proportional to the absolute temperature. This law was found out by the scientist Wien and it is called Wien's displacement law. Wien's displacement law. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന എനർജി ഇറ്റ് ഈസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഓൾ വേവ് ലെങ്ത്. ചില വേവ് ലെങ്ത്തിൽ അത് കുറവാണ്, ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ എനർജി ഈസ് മാക്സിമം, വേറെ വേവ് ലെങ്ത്തിൽ എനർജി, ആ curve shows that it is not uniformly distributed. There is one particular wavelength at which the energy emitted by the black body is maximum.
അതിനെ നമ്മൾ ലാംഡ എം എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലാക്ക് ബോഡി, നമ്മൾ ഈ ബ്ലാക്ക് ബോഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. വെൻ എ ബ്ലാക്ക് ബോഡി ഈസ് ഹീറ്റഡ് ഇറ്റ് എമിറ്റ്സ് റേഡിയേഷൻ ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് and the energy radiated is not uniformly distributed over all the wavelength. There is one particular wavelength at which energy radiated is maximum. ആ വേവ് ലെങ്തിനെ നമ്മൾ ലാംഡ എം എന്ന് ഡിനോട്ട് ചെയ്തു. Now when the temperature is increased, temperature to which the black body is heated is increased, we can see that the wavelength corresponding to maximum emission is decreasing with increase in absolute temperature. So lambda m into T is a constant. That constant is called Wien's constant. Wien's constant in the value, it is 2.9 into 10 raised to minus 3 meter Kelvin. അപ്പോൾ നമ്മൾ ഒരു അയൺ പീസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം റെഡ് കളറാവും. പിന്നെ അതിൻ്റെ വീണ്ടും ചൂട് കൂട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം യെല്ലോ കളർ. അപ്പോൾ റെഡ് ആവും. പിന്നെയും ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വീണ്ടും ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇറ്റ് ബിക്കംസ് യെല്ലോ ആൻഡ് ഫൈനലി ഇറ്റ് ബിക്കംസ് വൈറ്റ് ഹോട്ട്. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത് നമുക്കറിയാം വിബ്ജിയർ എന്നുള്ളതിൽ റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്, യെല്ലോന് വേവ് ലെങ്ത് കുറഞ്ഞു. വൈറ്റ് എന്ന് പറയുമ്പോൾ ദ വേവ് ലെങ്ത് ഈസ് സ്റ്റിൽ ലെസ്. അപ്പോൾ ആസ് ദ ടെമ്പറേച്ചർ ഗോസ് ഓൺ ഇൻക്രീസിങ് ദ വേവ് ലെങ്ത്, ദ കളർ ഓഫ് ദ സ്റ്റീൽ റോഡ്, a wavelength decreases. So with using Wien's displacement law, we can explain why a piece of iron heated in a hot flame becomes first red, then yellow and finally white hot. Now the total electromagnetic energy radiated by a body is proportional to its size. The total electromagnetic energy emitted per unit time, നമുക്കതിനെ H എന്ന് ഡിനോട്ട് ചെയ്യാം. The total electromagnetic energy emitted per unit time, it is directly proportional to the area of the body. Again, it is proportional to 4th power of absolute temperature, and it is also proportional to the emissivity of the body. And the heat radiated per second is equal to a constant. ആ കോൺസ്റ്റൻറ്റ് സിഗ്മ എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ് സിഗ്മ എ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലോ ഫൈനലി ഇറ്റ് ഈസ് ഹാവിങ് ദ ഫോം എ ഇ സിഗ്മ ടി റേസ് ടു 4. അപ്പോൾ the total electromagnetic energy or the total thermal radiation emitted in unit time is directly proportional to the area of the body, directly proportional to 4th power of absolute temperature, directly proportional to emissivity of the body, and it is ആ പ്രൊപ്പോർഷണാലിറ്റി സൈനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുക, സ്റ്റീഫൻ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. ആൻഡ് ദിസ് ലോ ഈസ് കോൾഡ് സ്റ്റീഫൻ ബോൾസ്മാൻ ലോ. ഈ കോൺസ്റ്റൻറ്റ് സിഗ്മ ഈസ് കോൾഡ് സ്റ്റീഫൻ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ആ ഫോർമുല പഠിച്ചു വയ്ക്കുക. H ഈസ് ഈക്വൽ ടു എ ഇ സിഗ്മ ടി റേസ് ടു 4 എന്ന് മാത്രം പഠിക്കുക. അതിൽ H എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി, ദ ഹീറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം. The energy emitted per unit time, it is directly proportional to A is the area of the body, E is the emissivity of the body, T is the absolute temperature. This is called Stefan Boltzmann law.